ജോജുവിനെ പേഴ്സണലി വൈശാഖിനും എനിക്കും എല്ലാവർക്കും പേഴ്സണലി അറിയായിരുന്നു ജോജുവിനെ. ഇപ്പം നമ്മുടെ തന്നെ ചെറിയ മല്ലു സിംഗിൽ ജോജു ഒരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പക്ഷേ ജോജു അവിടെ ലൊക്കേഷനിലുള്ള സമയത്തൊക്കെ അയാളുടെ ഒരു പൊട്ടൻഷ്യൽ, അയാളുടെ ഒരു ഹ്യൂമർ പറയുന്നിടത്തുള്ള അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം നമുക്ക് ജോജുവിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം തോന്നിയിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ഇതിനകത്തൊരു ക്യാരക്ടറൈസേഷൻ, ജോജുവിൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ അത്രയും സ്ട്രോങ് ആണ്. ഇത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരിക്കലും വലിയൊരു പാത്രസൃഷ്ടിയൊന്നുമല്ല, ഇപ്പോൾ തുവാനത്തുമ്പിയുള്ള ജയേഷിൻ്റെ പോലെയുള്ള കഥാപാത്രമൊന്നുമല്ല. പക്ഷേ നമുക്ക് ആ സിറ്റുവേഷൻ, ഒരു കസിന് ഇതുപോലെ ഇത്തിരി വയസ്സുള്ള തീറ്റ ഭ്രാന്തുള്ള ഒരു നടൻ എന്ന് പറയുന്നിടത്ത് ജോജുവിൻ്റെ ഒരു രൂപവും ഇതെല്ലാം ആപ്റ്റായിരുന്നു. അപ്പോൾ ജോജുവിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും എന്ന് വൈശാഖിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കഥ എഴുതുന്ന സമയത്ത് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇതൊന്നും ഈ സിനിമയിലൊരു വലിയ ടെൻഷനായിട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് ആകെ ഉണ്ടായിരുന്ന ടെൻഷൻ, ഈ സിനിമ വലിയൊരു ബഡ്ജറ്റ് ആവശ്യപ്പെടുന്നു. മലയാള സിനിമയ്ക്ക് ഇന്ന് ഈ ബഡ്ജറ്റിലൊരു സിനിമ താങ്ങാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ശരിക്കും മലയാള സിനിമയ്ക്ക് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് താങ്ങാൻ പറ്റുന്നതല്ല. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രേക്ഷകർ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർ സന്തോഷിച്ചിരിക്കണം, ചിരിച്ചിരിക്കണം, അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നണം. അതിനോടൊപ്പം അവർക്ക് പുറത്തു വന്ന് പറയാൻ പറ്റാവുന്നൊരു കഥ വേണം. വലിയൊരു കഥയല്ല, ഏത് സിനിമയാണ് കണ്ടേ, കസിൻസ്, അതിൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു കഥ വേണം. ഇത്രയും കാര്യങ്ങളും ഈ ചേരുവകളെല്ലാം ചേർത്ത് ഒരു കൊമേഴ്സ്യൽ സിനിമ എന്ന ലക്ഷ്യത്തോടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ആര് വരുന്നു എന്നുള്ളതൊന്നും വലിയ വിഷയമായിട്ട് തോന്നിയില്ല. കൊട്ടാര സമാനമായൊരു വീട് എന്ന് ഞാൻ എഴുതിയിരുന്നത് ഒരു കൊട്ടാരം തന്നെയാണ് വൈശാഖോടെ എഴുതിയത്. അപ്പോൾ എന്തെഴുതുന്നോ ഒരു ചെറിയ കഥയാണ് ഇതിനകത്ത്, വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു പുതുമ എന്ന് പറയാവുന്നത് ഈ ഹൈപ്പത്തമൈസിയം അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ്, ഫണ്ടിൽ പറഞ്ഞു പോയി. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു വിഷയം ഇത്രയും വലിപ്പത്തിൽ വലിയൊരു ക്യാൻവാസിൽ ആ സിനിമ പകർത്താൻ പറ്റി എന്ന് പറയുന്ന വൈശാഖിൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ കൊട്ടാര സമാനമായൊരു വീടെന്ന് പറയുമ്പോൾ ഒരു വീട് തന്നെ കണ്ടെത്തിയാൽ മതി. പക്ഷേ ഒരു കൊട്ടാരം കണ്ടു, കൊട്ടാരത്തിലേക്ക് ഇതിൻ്റെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു സിങ്ക്. ഇപ്പോൾ മല്ലു സിംഗ് എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ അതെവിടെയും ചെയ്യാം. പക്ഷേ അതിനകത്ത് ഹരീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു പഞ്ചാബിയെ കൊണ്ടുവന്നപ്പോൾ പഞ്ചാബിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ കൊണ്ടുവന്നു അത്രയും 2 മണിക്കൂർ കൊണ്ട്. അങ്ങനെ അത്രയും വലിപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവത്തിനെ പോലും വിശാലമായിട്ട് കാണാൻ പറ്റുന്നൊരു സംവിധായകനാണ് വൈശാഖ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞങ്ങൾ നല്ല രീതിയിലുള്ള സൗഹൃദം ഇപ്പോഴും സൂക്ഷിക്കുന്നവരാണ്. സച്ചിയുടെ സിനിമകളും ഞങ്ങൾ രണ്ട് വ്യക്തികളാണ്. ഇപ്പോൾ സച്ചിക്ക് സച്ചിയുടേതായ സിനിമകൾക്ക് ഒരു ഇതുണ്ട്, ഇപ്പോൾ എൻ്റെ സിനിമകൾ എനിക്ക് ഒരു ഇതുണ്ട്. ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇതേപോലെ മാസ് എൻ്റർടൈനർ ആയിട്ടുള്ളൊരു സിനിമ. അതിനകത്ത് മുതൽ മുടക്കുന്ന പ്രൊഡ്യൂസറിന് തിരിച്ച് പണം കിട്ടണം എന്ന് വെച്ച് സച്ചി അങ്ങനെയല്ല ചിന്തിക്കണോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങും ഇതുമെല്ലാം ചിന്തകളും എല്ലാം തന്നെ എത്രത്തോളം പ്രേക്ഷകനെ ചിരിപ്പിക്കാൻ പറ്റും. ഞാൻ എഴുതുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ആ ചിരി കേൾക്കുമ്പോഴുള്ളൊരു സുഖമുണ്ട്. എനിക്ക് ചിരിക്കാൻ പറ്റിയില്ലെങ്കിലും അവർ ചിരിക്കുന്ന കാണുമ്പോഴുള്ളൊരു സുഖം. ഇതെല്ലാമാണ് വളരെ ചുരുങ്ങിയ ലക്ഷ്യങ്ങളേ ഉള്ളൂ സിനിമ ചെയ്യുമ്പോൾ, കഥ തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ. അത് ഒരുപക്ഷെ സച്ചിക്ക് ഇത്രയും കൂടി ശക്തമായിട്ടുള്ള കഥകൾ വേണമെന്നുണ്ടാവാം. അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ചെയ്ത ചോക്ലേറ്റ് ആണെങ്കിലും റോബിൻഹുഡ് ആണെങ്കിലും, റോബിൻഹുഡ് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് പറയണേ. ഇപ്പോൾ റൺ ബേബി റൺ എന്ന് പറയുന്ന സിനിമ സച്ചി ചെയ്തു, പക്ഷേ റൺ ബേബി റൺ പോലത്തെ ഒരു സിനിമയല്ല മല്ലു സിംഗ്. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു അന്തരമുണ്ട്. ഇത് രണ്ടുപേരും കൂടി സിങ്കായിട്ട് ഹ്യൂമർ വേണം എന്നാൽ ഇത് വേണം എന്ന് പറഞ്ഞ് ചെയ്തിരുന്ന സിനിമകളാണ് അതെല്ലാം. അപ്പം ഞാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള കഥകൾ മുമ്പോട്ട് പോകാൻ ഞങ്ങളുടെ ഒരു സമയമെത്തി കഴിഞ്ഞപ്പോൾ സംഘർഷങ്ങളുണ്ടായിരുന്നു. അത് ശരിയല്ല, ഇതാണ് ശരി എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ 2 രീതിയിലുള്ള സിനിമകൾ രൂപപ്പെടാൻ സമയമായി എന്ന് തോന്നിയപ്പോഴാണ് രണ്ടുപേരും 2 വഴിക്ക് ചിന്തിച്ചു തുടങ്ങിയതും ചെയ്തു തുടങ്ങിയതും. അതെനിക്ക് തോന്നുന്നു സിനിമയ്ക്ക് തന്നെ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശരിക്കും സൗഹൃദം ഇപ്പോഴും ഉണ്ട്. സച്ചി വിളിക്കും, കഥ ഡിസ്കസ് ചെയ്യും, എല്ലാം ചെയ്യും. അത് ഒരു കാലത്തും കിട്ടിയിട്ടുമില്ല, കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലോയി സാറിനെ പോലുള്ളവർ, MT വാസുദേവൻ സാറിനെ പോലുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരുപക്ഷെ ഇപ്പോൾ സേതു എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിന് എൻ്റെ ഇതും കൂടി ഉണ്ട് അതിനകത്ത്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി കിട്ടണമെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ ഞാൻ ചെയ്യണം. അത്രയും തീവ്രമായിട്ടുള്ള വിഷയങ്ങളും ഗൗരവമുള്ള വിഷയങ്ങളും ആയിരിക്കണം ഞാൻ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത്യന്തികമായിട്ട് സിനിമയിൽ വരുന്ന എല്ലാവർക്കുമുള്ള ഒരാഗ്രഹം ഇത് സംവിധാനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെയും ലക്ഷ്യം ഞാൻ നാളൊരു സിനിമ എനിക്ക് സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരക്കഥാകൃത്തിന് അത്രയും ഇമ്പോർട്ടൻസ് കിട്ടണമല്ല എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. കാരണം ഞാൻ നാളെ സംവിധാനം ചെയ്യുമ്പോഴും ആ ഞാനായിരിക്കാം തിരക്കഥ എഴുതണമെന്നെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ താഴെയുള്ള സ്ഥാനം, എല്ലാ സംവിധായകനായിരിക്കും അവിടെ സ്ഥാനം കൂടുതൽ. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം തോന്നിയിട്ടില്ല, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു, ഞാനത് ഇഷ്ടപ്പെടുന്നു, രസിക്കുന്നു. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു
ശരിക്കും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ജോസ് തോമസിൻ്റെ മെയിൽ നേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരുപാട് കഥാചർച്ചകൾ, ലാൽ ജോസായിട്ടൊരു പടം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് എനിക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ കയ്യൊപ്പുള്ള ഒരു സിനിമ എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് എത്താൻ സമയമായിട്ടില്ല. പക്ഷേ ഞാൻ ഓരോ ദിവസവും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും ഞാൻ എത്തിച്ചേരേണ്ടതും അവിടെയാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇവിടെ അതുകൊണ്ട് തന്നെ ഞാനീ പറയുന്നത്, ഓരോ സിനിമയ്ക്ക് തിരക്കഥ എഴുതുമ്പോഴും ഇതിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇതൊന്നുമല്ലാത്ത, ഇപ്പോൾ സീനിയേഴ്സും മല്ലു സിംഗും കസിൻസും ഒന്നും അല്ലാത്തൊരു സിനിമയാണ് ഞാൻ ചെയ്യും എന്ന് വെച്ചിട്ട് അതിനകത്ത് എൻ്റർടൈൻമെൻറ്റ് സ്വഭാവം എല്ലാം ഉണ്ടാവും. പക്ഷെ അതിന് എന്തെങ്കിലും വ്യത്യസ്തത വേണം. അതിനകത്തേക്കാണ് എൻ്റെ ശ്രമങ്ങളും അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് തിരക്കഥാകൃത്തായിട്ട് തന്നെ തുടർന്നോളണമെന്നോ ഇത് എത്ര നാൾ നമുക്ക് ഇതേപോലത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസമില്ല. കസിൻസ് കഴിഞ്ഞു, ഇനി അടുത്ത സിനിമ വരുമ്പോൾ അറിയാം അതൊക്കെ ഇവിടെ പ്രാക്ടിക്കലി വർക്കൗട്ട് ആവുമോ എന്താണെന്നുള്ളത്. അപ്പോൾ ലക്ഷ്യം എന്തായാലും നാളെ ഒരു സിനിമ സംവിധാനം ചെയ്യണം. അത് സാധിക്കാൻ വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്.